എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ എക്സാം സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് ആണിത്. ഈ മോക്ക് ടെസ്റ്റിലൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം ഷോർട്ട് ഹാൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ 2 പാർട്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് അതിന് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ മോക്ക് ടെസ്റ്റുകളുടെയും ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ എക്സാമിന് വേണ്ട MS Excel, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ജനറേഷൻസ്, ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് വൊക്കാബുലറി എന്നീ സബ്ജക്റ്റുകളിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് വൊക്കാബുലറി, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇത് പഠിക്കാൻ വിട്ടുപോകരുത്. ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റിന് ശേഷം 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കാനും അതുപോലെ ആൻസർ മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് കിട്ടുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കമൻറ്റ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മലയാളം ചുരുക്കെഴുത്തിൽ രേഖകളെ എത്ര രീതിയിൽ എഴുതാം? ആൻസർ ഓപ്ഷൻ ബി 3. അതായത് 3 രീതിയിലാണ് ചുരുക്കെഴുത്തിൽ നമ്മൾ എഴുതുന്നത്. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിലാണെങ്കിൽ എബവ് ദ ലൈൻ, ഓൺ ദ ലൈൻ, ത്രൂ ദ ലൈൻ. അപ്പോൾ മലയാളത്തിൽ അതിന് പറയാം രേഖയ്ക്ക് മുകളിൽ, രേഖയിൽ തൊട്ട്, രേഖയ്ക്ക് കുറുകെ എന്നിങ്ങനെയാണ് ആ 3 രീതികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാന്തര രേഖകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൽ 3-ാം സ്വരം വരികയാണെങ്കിൽ എഴുതേണ്ട രീതി. ആൻസർ ഓപ്ഷൻ ബി ബുക്കിലെ വരയിൽ തൊട്ട്. അതായത് ഈ സമാന്തര രേഖകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രോക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്ട്രോക്സ് നമുക്കറിയാം ത്രൂ ദ ലൈൻ എഴുതാൻ പറ്റില്ല. അതായത് സമാന്തര രേഖകൾ വരയ്ക്ക് കുറുകെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 3-ാമത്തെ സ്വരം വരികയാണെങ്കിൽ നമ്മൾ ബുക്കിലെ വരയിൽ തൊട്ട് എഴുതിയിട്ട് 3-ാമത്തെ പ്ലേസിലാണ് ആ സ്വരം അടയാളപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു രേഖയ്ക്ക് മുമ്പ് സ്വരം വരികയാണെങ്കിൽ സ്വരം വായിക്കേണ്ട വിധം. ആൻസർ ഓപ്ഷൻ ബി സ്വരം വായിച്ചു കഴിഞ്ഞ് രേഖ വായിക്കുക. അതായത് ഒരു രേഖയ്ക്ക് മുമ്പ് സ്വരം വരികയാണെങ്കിൽ സ്വരം വായിച്ചിട്ട് പിന്നെയാണ് രേഖ വായിക്കുന്നത്. ഒരു രേഖയ്ക്ക് ശേഷം സ്വരം വരികയാണെങ്കിൽ സ്വരം വായിക്കേണ്ട വിധം. ആൻസർ ഓപ്ഷൻ എ രേഖ വായിച്ചു കഴിഞ്ഞ് സ്വരം വായിക്കുക. അതായത് രേഖയ്ക്ക് ശേഷം സ്വരം വരികയാണെങ്കിൽ രേഖ ആദ്യം വായിക്കുക, പിന്നെ സ്വരം വായിക്കുക. രേഖയ്ക്ക് മുമ്പാണ് സ്വരം വരുന്നതെങ്കിൽ ആദ്യം സ്വരം വായിക്കുക, പിന്നെ രേഖ വായിക്കുക. 2 രേഖകൾ ചേർന്ന് വരുമ്പോൾ ആദ്യത്തെ രേഖ കഴിഞ്ഞ് അതിൻ്റെ 3-ാം സ്ഥാനത്ത് ഒരു സ്വരം വന്നാൽ ആൻസർ ഓപ്ഷൻ ബി ആ സ്വരം 2-ാമത്തെ രേഖയുടെ അവസാനം മുൻപ് 3-ാം സ്ഥാനത്ത് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ 2 രേഖകൾ ചേർന്ന് വരുമ്പോൾ ആദ്യത്തെ രേഖ കഴിഞ്ഞ് അതിൻ്റെ 3-ാം സ്ഥാനത്ത് ഒരു സ്വരം വന്നാൽ, അതായത് 2 സ്ട്രോക്കുകൾ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ 3rd പ്ലേസിൽ ഒരു വവ്വൽ വന്നാൽ, അങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ പറയുമ്പോൾ ആ 3rd പ്ലേസ് വവ്വൽ നമ്മൾ 2nd സ്ട്രോക്കിൻ്റെ മുമ്പ് 3-ാം സ്ഥാനത്താണ് രേഖപ്പെടുത്തുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു രേഖയുടെ ആദ്യം രേഖ കഴിഞ്ഞ് ആം ഇവ കേൾക്കുകയാണെങ്കിൽ രേഖപ്പെടുത്തേണ്ട ചിഹ്നം. ആൻസർ ഓപ്ഷൻ സി ഒരു ചെറുവൃത്തം. അപ്പം ഒരു രേഖയുടെ ആദ്യം രേഖ കഴിഞ്ഞിട്ട് ആം ഇവ കേൾക്കുകയാണെങ്കിൽ ഒരു ചെറുവൃത്തം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഓപ്ഷനിലുള്ള ഗുണനചിഹ്നം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ്, അതിനു വേണ്ടിയിട്ടാണ് ഗുണനചിഹ്നം ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാമങ്ങൾക്ക് അവ പ്രത്യേകം തിരിച്ചറിയുന്നതിന് വേണ്ടി അവയ്ക്കിടയിൽ ഉപയോഗിക്കുന്ന ചിഹ്നം. ആൻസർ ഓപ്ഷൻ ഡി 2 ചെറിയ വരകൾ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരോ എഴുതുമ്പോൾ അത് ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരോ ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ആ വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്, ആ വാക്ക് എഴുതി കഴിഞ്ഞിട്ട് ആ വാക്കിൻ്റെ അടിയിൽ 2 ചെറിയ വരകൾ ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മൾ ആ വാക്ക് ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും പേരാണ് എന്ന് തിരിച്ചറിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
രാ റാ രേഖകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മുമ്പ് സ്വരം വരികയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി കീഴ്പോട്ടുള്ള രേഖ. അതായത് രാ റാ രേഖകൾ നമുക്കറിയാം 2 രീതിയിലാണുള്ളത്. മേൽപോട്ടും എഴുതാം, കീഴ്പോട്ടും എഴുതാം. അപ്പോൾ അങ്ങനെയുള്ള ആ 2 രേഖകളിൽ ഇതിൻ്റെ റൂളാണ് ഈ രാ റാ രേഖ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മുമ്പ് സ്വരം വരികയാണെങ്കിൽ കീഴ്പോട്ടുള്ള രേഖയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാ റാ രേഖകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പിന്നീട് സ്വരം വരികയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ മേൽപോട്ടുള്ള രേഖ. അതായത് രാ റാ രേഖകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ശേഷം രാ റാ രേഖയ്ക്ക് ശേഷം സ്വരം വരികയാണെങ്കിൽ മേൽപോട്ടുള്ള രേഖയാണ് ഉപയോഗിക്കുന്നത്. അപ്പം രാ റാ രേഖകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്വരം ആദ്യം വരികയാണെങ്കിൽ നമ്മൾ കീഴ്പോട്ടുള്ളതും പിന്നീട് സ്വരം വരികയാണെങ്കിൽ മേൽപോട്ടുള്ള രേഖയാണ് ഉപയോഗിക്കുന്നത്. മാമ്പ രേഖകൾക്ക് മുമ്പ് രാ റാ രേഖ വന്നാൽ ആൻസർ ഓപ്ഷൻ ബി കീഴ്പോട്ടുള്ള രേഖ. അതായത് മാമ്പ രേഖകൾ ഹൊറിസോണ്ടൽ സ്ട്രോക്സ്, അതായത് സമാന്തര രേഖകളാണ്. അപ്പോൾ അതിന് മുന്നേ രാ റാ രേഖ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും. രാ റാ രേഖ നമ്മൾ താഴേക്ക് എഴുതുന്ന സ്ട്രോക്ക് എഴുതി കഴിഞ്ഞ് പിന്നെ മാമ്പ രേഖ ഹൊറിസോണ്ടൽ സ്ട്രോക്സ് ആണ്. അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഫ്ലോ ഉണ്ടാവും. മറ്റേത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ മേൽപോട്ടുള്ള രേഖ എഴുതി കഴിഞ്ഞാൽ ആ ഫ്ലോ കിട്ടില്ല, അതൊരു വികൃത രൂപമായി പോവും. അതിനു വേണ്ടിയിട്ടാണ് മാമ്പ രേഖകൾക്ക് മുമ്പ് രാ റാ രേഖ വന്നാൽ കീഴ്പോട്ടുള്ള രേഖ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.